സാംസങ്ങിൻ്റെ സാംസങ് A52s 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒരു ഫോണിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ വരുന്നത് 36,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A52s 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് A52s 5Gയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. കമ്പനി ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ എന്ന പേരിൽ വിളിക്കുന്ന പഞ്ചോളാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സാംസങ് A52s 5G എന്ന ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 189 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.4 mm ആണ്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓസം ബ്ലാക്ക്, ഓസം വൈറ്റ്, അതുപോലെ തന്നെ ഓസം വയലറ്റും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 36,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ 30,000 31,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സർ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സർ മോശമായിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നുമല്ല. അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസസ്സറിലും നമുക്ക് കിട്ടേണ്ടതാണ്. പിന്നെ എടുത്തു വരേണ്ട കാര്യം ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 12ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കുറച്ച് മുമ്പ് ചില ബ്രാൻഡുകൾ 1ഉം 2ഉം 5G ബാൻഡ്സ് ഒക്കെ ആയിട്ട് അവരുടെ 5G ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 12ഓളം 5G ബാൻഡ്സ് ഉണ്ട് എന്നുള്ളത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം പഴയ പോലെയല്ല, 30,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഫോണുകളിലൊക്കെ 3.5 mm ഓഡിയോ ജാക്ക് എന്നുള്ളത് എടുത്തു വരേണ്ട ഒരു ഫീച്ചറായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിം ബൂസ്റ്റർ, ഫ്രെയിം ബൂസ്റ്റർ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. എടുത്തു വരേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യം കമ്പനി ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ OIS എന്നുള്ള ഫീച്ചർ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ OIS എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 30,000 31,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ചില ഫോണുകളിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ ലഭിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ആ ഒരു ഫോണിലൊന്നും ക്യാമറയിൽ ഈ OIS എന്നുള്ള ഫീച്ചറൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോണിൽ എക്സ്ട്രാ ആയിട്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഫോണിൽ IP67 റേറ്റിംഗ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. ആ ഒരു ഫീച്ചറും ആ ഫോണിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. IP67 റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ഒക്കെയാണ്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 4500 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 35,999 രൂപയാണ്. 8GB റാം വെർഷൻ്റെ വില വരുന്നത് 37,499 രൂപയാണ്. HDFCയുടെ കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോൺ ഓഫ്ലൈൻ ഫോണാണ്. അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് A52s 5G എന്ന ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഓൺലൈൻ ഫോൺസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ OIS എന്നുള്ള ഫീച്ചറും IP67 റേറ്റിംഗ് ഇതുപോലെ ചില ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഓഫ്ലൈൻ ഫോണുകളുടെ കാര്യത്തിലോട്ട് വരുമ്പം കമ്പനികൾക്ക് അതിൻ്റേതായിട്ടുള്ള എക്സ്ട്രാ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കൊടുക്കാൻ കഴിയാറില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പം സാംസങ് A52s 5G എന്ന ഫോൺ അത്യാവശ്യം തരക്കേടില്ല എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.